വാർത്തയിലേക്ക് സ്വാഗതം. സഹകരണ സ്ഥാപനങ്ങൾ കാലഘട്ടത്തിനനുസരിച്ച് വൈവിധ്യവൽക്കരണം നടപ്പാക്കി വളരേണ്ടത് നാടിന്റെയും ജനങ്ങളുടെയും ആവശ്യമാണെന്ന് കെ സുധാകരൻ എം.പി. സഹകരണ പ്രസ്ഥാനങ്ങൾ നിലനിൽക്കാനും വളരാനും സാധിക്കണമെങ്കിൽ ശക്തമായ നേതൃത്വവും ജനപിന്തുണയും ആവശ്യമാണെന്ന് ശ്രീ സുധാകരൻ പറഞ്ഞു. മുഴപ്പിലങ്ങാട് ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന്റെ കീഴിൽ മുഴപ്പിലങ്ങാട് മിൽക്ക് എന്ന പേരിൽ പാലും പാൽ ഉൽപ്പന്നങ്ങളും പൊതുവിപണിയിൽ ഇറക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനഹൃദയത്തിലാണ് സഹകരണ സ്ഥാപനങ്ങൾ ജീവിക്കുന്നത്. ജനമനസ്സറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനമാണ് സഹകരണ സംഘങ്ങൾ നടത്തേണ്ടത്. അത് ഏത് സംഘമായാലും സമൂഹത്തിന് ഗുണകരമാകുന്ന സാമൂഹ്യ ജീവിതത്തിന്റെ ഭദ്രത ഊട്ടി ഉറപ്പിക്കുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമാകണം ഈ സഹകരണ സംഘങ്ങൾ എന്ന കാര്യത്തിൽ നിഷ്കർഷത ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രകടിപ്പിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ഇതിന്റെ എല്ലാം രൂപം ഭാവം ഒക്കെ മാറി. നേരത്തെ കുറെ കർഷകന്മാരിൽ നിന്ന് വാങ്ങിയ പാല് വിറ്റ് അതിനകത്ത് പൈസ കൂട്ടി വാങ്ങി അങ്ങനെ കൊണ്ടുപോയ ഒരു സംഘം സ്വയം ഉൽപ്പന്നവുമായി മാർക്കറ്റിലേക്ക് പോവുക. നാളെ ഈ സബ്ജക്ട് എവിടെയെത്താം? ഇതിനോട് സിൻസിയറായ ഗ്രാമപഞ്ചായത്ത് അംഗം എം ഷീബ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കണ്ണൂർ ക്ഷീര വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഒ സജിനി ലോഗോ പ്രകാശനം നിർവഹിച്ചു. സീനിയർ ക്ഷീര വികസന ഓഫീസർ വി കെ നിഷാദ് മുൻ ജീവനക്കാരെ ആദരിച്ചു. CM അജിത് കുമാർ, സത്യൻ വണ്ടിച്ചാൽ, അറത്തിൽ സുന്ദരൻ, KV റജീന, CM നജീബ്, AC നസീർ, NP ചന്ദ്രദാസ്, A ദിനേശൻ, K സനി, C ദാസൻ, MC സുധീർ ബാബു, അഭയ സുരേന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. 50 വർഷത്തിലധികമായി പാരമ്പര്യമുള്ള മുഴപ്പിലങ്ങാട് ക്ഷീര സഹകരണ സംഘം പാലും പാൽ ഉൽപ്പന്നങ്ങളും പൊതുവിപണിയിൽ ഇറക്കിക്കൊണ്ട് മുഴപ്പിലങ്ങാട് മിൽക്ക് എന്ന ബ്രാൻഡ് നെയിമിൽ വിപണി കീഴടക്കുകയാണ് ലക്ഷ്യമിടുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയിലൂടെയാണ് പാലും പാൽ ഉൽപ്പന്നങ്ങളും തയ്യാറാക്കി വരുന്നത്. കൂടുതൽ വാർത്തകൾക്കായി വർത്തമാനം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.